നമസ്കാരം. സത്കമയ TV പവർഡ് ബൈ KHNയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സരിക നായർ, വെർജീനിയയിൽ നിന്നും. KHNA വാർത്താ വിശേഷങ്ങളിലേക്ക്. KHNയുടെ മെന്റൽ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമായ മാനസരോവറിന്റെ ആഭിമുഖ്യത്തിൽ റിലേഷൻഷിപ്സ് എ ഡബിൾ എഡ്ജ് സ്വാർഡ് എന്ന വിഷയത്തിൽ ജൂലൈ 13-ാം തീയതി മാനസരോവറിന്റെ ചെയർപേഴ്സൺ കൂടിയായ ഡോക്ടർ ഗീത രാമസ്വാമി സംസാരിച്ചു. വ്യക്തി ജീവിതത്തിലെ ആരോഗ്യകരമല്ലാത്ത ബന്ധങ്ങൾ നമ്മുടെ ജീവിതഗതിയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് വിശദമാക്കിയ ഡോക്ടർ ഗീത അതിന്റെ പരിഹാരം നിർദ്ദേശിക്കുകയും ശ്രോതാക്കളിൽ നിന്നുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. I am Sri Lakshmi Ajay, host of today's session organized by KHNA Mental Health Awareness Program, Manasarovar. भूतगणादि सेवितं कपित्तजम्बूफला ताराभक्षितम् in Austin, Texas, and I am thrilled to welcome you all to the KHNA Mental Health Program, Manasarovar 2024. When you really think about it, this is what governs our life. From the minute we wake up, everything we do is towards some form of relationship, whether it's spousal, kids, parents, neighbors, colleagues, friends. But if you just think about it, every single motion of us, from the minute we wake up till we go back to sleep, is related to the relationship. KHNയുടെ ആഭിമുഖ്യത്തിൽ റോൾ ഓഫ് മീഡിയ ഇൻ ഇന്ത്യസ് ജേർണി ടു ഭാരത് എന്ന വിഷയത്തിൽ ഓൺലൈൻ മീഡിയ സെമിനാർ നടത്തപ്പെട്ടു. ജന്മഭൂമി ഓൺലൈൻ എഡിറ്റർ ശ്രീ പി ശ്രീകുമാർ, തത്വമയി ന്യൂസ് ആൻഡ് TV MT ആൻഡ് ചീഫ് എഡിറ്റർ ശ്രീ രാജേഷ് പിള്ളെ, ബ്രേവ് ഇന്ത്യ ന്യൂസിൽ നിന്നും ശ്രീ വായിജിത്ത് എന്നിവർ പ്രഭാഷണം നടത്തി. ഗുഡ് മോർണിംഗ്. ആൻഡ് ഈ ഒരു സെമിനാറിലേക്ക്, KHNയുടെ മീഡിയ സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിതൊരു പ്രയറോടുകൂടെ തന്നെ ആരംഭിക്കാം. സംസാരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഐഡിയ മുന്നോട്ട് വെച്ച അനഘയ്ക്കും ഇതിനു വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രീജിത്തിനും അനഘയ്ക്കും മറ്റെല്ലാ കോർഡിനേറ്റേഴ്സിനും എൻ്റെ അനുമോദനങ്ങൾ. ഏതൊരു സമൂഹത്തിന്റെ ഉന്നമനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും ഗവേണൻസിന്റെ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മീഡിയ പ്രസൻസ്. അന്ന് ഒരു പ്രതിപക്ഷം പോലെ നിലകൊണ്ട മാധ്യമങ്ങളാണ് ജന്മഭൂമി, തത്വമയി ന്യൂസൊക്കെ. ഇന്ന് ബ്രേവ് ഇന്ത്യ തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ കാലഘട്ടത്തിൽ ആ ഒരു കാലത്തിന്റെ തിരിച്ചറിവ് അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് റോൾ ഓഫ് മീഡിയ ഇൻ ഇന്ത്യാസ് ജേർണി ടു ഭാരത് എന്ന വിഷയത്തിൽ ഈ സെമിനാർ നടത്തുന്നത്. മീഡിയയുടെയൊക്കെ നിലപാടുകൾ എങ്ങനെയാണ്, പ്രത്യേകിച്ച് മലയാള മീഡിയയുടെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കൃത്യസമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു സെമിനാർ ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇന്ത്യ എന്നും ഭാരതമെന്നുമുള്ള വ്യത്യാസം എന്ന് നോക്കുമ്പോൾ ശരിക്കും പേരുകൾക്ക് വലിയ സ്ഥാനമാണ്. നേരത്തെ നിഷാജി പറഞ്ഞ പോലെ ഹിന്ദുസ്ഥാൻ എന്ന് ഇട്ടിരുന്നെങ്കിൽ അത് കൃത്യമായിരുന്നു. കാരണം ഭാരതം ഇപ്പോൾ ആരും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മതേതരമാണ്, എന്നും മതേതരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ, അടിസ്ഥാന സമൂഹത്തിന്റെ അവകാശങ്ങളൊക്കെ അരിയാൻ ശ്രമിക്കുമ്പോഴും ഒരു വ്യത്യാസം കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ മാധ്യമങ്ങൾ മാത്രമാണ് ദേശീയതയ്ക്കൊപ്പവും അല്ലെങ്കിൽ സത്യത്തിനൊപ്പവും നിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. മറ്റ് പല മാധ്യമങ്ങൾ പരമാവധി എത്രത്തോളം സത്യം ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കുക, എന്നാൽ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ അതിന്റെ പേരിൽ അട്ടഹസിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അനഘ വാര്യരുടെ നേതൃത്വത്തിൽ നടന്ന മീഡിയ സെമിനാറിൽ ശ്രീജിത്ത് ശ്രീനിവാസൻ, വേണു പ്രസാദ് തോട്ടത്തിൽ എന്നിവർ പാനലിസ്റ്റുകളായി പങ്കെടുത്തു. KHNA ടെക്സസ് കമ്മ്യൂണിറ്റി ടെക്സസിലെ വിവിധ റീജിയനിൽ നിന്നുള്ള കലാകാരന്മാരെയും കലാകാരികളെയും അണിനിരത്തിക്കൊണ്ട് നക്ഷത്ര സംഗമം എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു. KHNA പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ളയുടെ സ്വാഗത പ്രസംഗത്തിൽ ആരംഭിച്ച നക്ഷത്ര സംഗമം മനോഹരവും വൈവിധ്യവുമാർന്ന കലാപരിപാടികൾ കൊണ്ട് സമ്പന്നമായിരുന്നു. 2001 KHNA ആരംഭിച്ചത് ടെക്സസിലെ ഡാളസിൽ നിന്നുള്ളതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമുള്ള കാര്യമാണ്. അവിടെ നിന്ന്
KHNA വളർന്ന് ലോകമെമ്പാടുമുള്ള മലയാളി ഹിന്ദുക്കളുടെ മനസ്സിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ ഒരു ഇടം പിടിക്കാൻ സാധിച്ചു. ഓരോ സ്റ്റേറ്റുകളെ പരിചയപ്പെടുക എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത്. KHNAയുടെ ആരംഭം കുറിച്ച ഡാളസിൽ നിന്ന് തന്നെ ഈ പ്രോഗ്രാം ആരംഭിക്കാൻ സാധിച്ചതിൽ, അല്ലെങ്കിൽ ടെക്സസിൽ നിന്ന് ആരംഭിക്കാൻ സാധിച്ചതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരു ഹിന്ദു സംഘടനകളിൽ ഒന്നാണ് KHNA എന്നുള്ളത് ഈശ്വരന്റെ തീരുമാനമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്റ്റേറ്റുകളെ പരിചയപ്പെടുത്തുക എന്നുള്ള പരിപാടി നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ ഫിലഡൽഫിയയ്ക്കാണ് ആദ്യത്തെ അവസരം കൊടുത്തിരുന്നത്. പക്ഷെ അവരുടെ ചില അസൗകര്യങ്ങൾ കാരണം കഴിഞ്ഞ മാസം നടത്താൻ പറ്റിയില്ല. പക്ഷേ വ്യക്തിയായാലും സംഘടനയായാലും വന്ന വഴി മറക്കാൻ പാടില്ല എന്ന് നമ്മളെ ഭഗവാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഇത് വന്ന വഴി ആദ്യത്തെ ചുവട് ഡാലസിലായിരുന്നു. അതുകൊണ്ട് തന്നെ ടെക്സസ് ആയിരുന്നു ആദ്യം പോകേണ്ട സ്റ്റേറ്റ്. അതങ്ങനെ തന്നെ ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. Welcome to Dallas, one of the largest and fastest growing metroplexes in the Lone Star State. Home to a vibrant Indian community, Dallas boasts a deeply connected Kerala population that celebrates Hinduism and cultivates its timeless values. Our city is adorned with magnificent temples like the Hanuman Temple, Radhakrishnan Temple, and Sri Guruvayurappan Temple. These sacred places empower us with the essence of Sanatana Dharma, fostering a community rooted in spiritual growth and unity. Dallas holds a special place in the hearts of the Kerala Hindu community. Under the visionary leadership of Manmadan Nair, it was here that the Kerala Hindus of North America, KHNA, took its baby steps. The inaugural KHNA convention in 2001 marked the beginning of a new era for our community. In 2015, Dallas once again hosted a successful KHNA convention, this time under the dynamic leadership of T.N. Nair. These conventions have been more than mere greetings. They are celebrations of our culture, our shared values, and our unbreakable bonds of family and friendship. ആദ്യം തന്നെ ക്ഷമിക്കണം, ഒരു തെറ്റ് തിരുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയാണ്. അത് ബഹുമാനപ്പെട്ട സത്യൻ മുമ്പേ പറഞ്ഞ സുരേന്ദ്രൻ നായർ മിഷിഗനിലാണ് അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ്റെ പ്രസിഡൻ്റായിരുന്നത്. അതിന് പകരമായിട്ട് ശശിധരൻ നായർ ഫ്രം ഹ്യൂസ്റ്റൺ, അദ്ദേഹമായിരുന്നു നമ്മുടെ രണ്ടാമത്തെ കൺവെൻഷൻ്റെ പ്രസിഡൻറ്റ്. അതൊന്ന് എല്ലാവരും ഈ പുതിയ ആൾക്കാർക്ക് പലർക്കും ചിലപ്പോൾ ഓർമ്മ കാണത്തില്ലായിരിക്കും, അത് മനസ്സിലൊന്ന് തിരുത്തുക. 2001 ഏപ്രിൽ 13, 14, 15 തീയതികൾ, അതായത് കേരളത്തിൽ വിഷു പുലരി ആയിരുന്ന സമയത്ത് അമേരിക്കൻ ഹിന്ദു സമൂഹത്തിന് വിഷ്കൈ നീട്ടമായി കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന ഹിന്ദു സംഘടന രൂപം കൊണ്ടു.
വേണുഗാനമതിലലിപായുതേ വേണുഗാനമതിലലിപായുതേ മോഹന വേണുഗാനമതി അലിപായുതേ ആനന്ദ മോഹന വേണുഗാനമതി അലിപായുതേ കണ്ണായൻ മനമിക അലിപായുതേ കണ്ണായൻ മനമിക അലിപായുതേ ചന്ദ്രന്മാർ വന്നു ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയെ ആദിത്യ ചന്ദ്രന്മാർ കൂറ്റതൊയമ്പുമായ അക്ഷര പൂക്കളും മണ്ഡലത്തിൽ വസ്ത്രം ഹസച്ചാരുവക്രം ഭജേഹം ഭജേഹം ശ്രുതിഭ്രാതസാരം ജലാന്തര ചിത്തിമന്ദാരം പാലിനെ കാണി കാണീനം നമുക്ക് വേണ്ടി പാടാനെത്തുന്നത് ഐശ്വര്യ സുരേഷാണ്. സോ ഐശ്വര്യ ഓസ്റ്റിനിലെ ഒരു വൈബ്രന്റ് ആൻഡ് മെലോഡിയസ് സിംഗർ ആണ്. ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരി കാണണം ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നിന്ന് വന്ന ജ്യോതിയിൽ വെച്ച് തുടങ്ങിയിട്ടാണ് മീനാക്ഷി ടെമ്പിളിൽ നടന്ന പൊങ്കാലയോടുകൂടിയായിരുന്നു ഹ്യൂസ്റ്റൺ കൺവെൻഷന്റെ തുടക്കം. ആത്മീയവും വൈജ്ഞാനികവും കലാപരവുമായ വർണ്ണപ്പകിട്ടാർന്ന ഒരു കൺവെൻഷൻ ആയിരുന്നു ഈ കഴിഞ്ഞ നവംബറിൽ നടന്നത്. നിങ്ങൾ പലരും അതിൽ പങ്കെടുത്തവരോ അല്ലെങ്കിൽ അതിനെ ഇതിന്റെ ഫൗണ്ടേഷനിൽ പെട്ട ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഡാലസിൽ തുടങ്ങി ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ അനുഗ്രഹാശയോടുകൂടി അദ്ദേഹത്തെ സ്പോൺസർ ചെയ്യാനും ആദ്യത്തെ കൺവെൻഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒരു ഭാഗ്യം കിട്ടി. തുടങ്ങി 2001 തുടങ്ങി നമ്മുടെ ശ്രീ സത്യാനന്ദ സരസ്വതി സ്വാമിജിയുടെ ആശീർവാദത്തോടു കൂടി ഡാലസിൽ രജിസ്റ്റർ ചെയ്തു. അന്ന് തൊട്ട് 2 പ്രാവശ്യം ഡാലസിൽ ചെയ്ത് ഇവിടെ ഇപ്പം നമ്മുടെ സിൽവർ ജൂബിലിയിൽ എത്തിയിരിക്കുകയാണ്.
വേണ്ടി ശ്രേയ ശരത് ഒരു ഡാൻസ് ആണ്. സോ പവിത്രകാരിണി പരബ്രഹ്മരൂപിണി അടിയന്റെ ജന്മമാം ഓലക്കുടയ്ക്കും നീ അമരപദം നൽകൂ അമ്മേ, അമരപദം നൽകൂ. ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകീടേണം തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ചെന്നൈ ഫാമിലി എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ധന്യ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു പുതുതായിട്ട് രൂപം കൊണ്ടൊരു ഗ്രൂപ്പാണ് ഓസ്റ്റിനിൽ. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഇമ്മീഡിയറ്റ്ലി കുറച്ച് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദി കോൾ ഔട്ട് എന്ന് പറയുന്നത് വിദ്യാരംഭത്തിനോടനുബന്ധിച്ചിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് താങ്ക് യു ഓൾ. ഞാൻ കുറച്ച് ആൾക്കാരുടെ പേരുകൾ പറഞ്ഞ് താങ്ക്സ് പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നിഷ ചേച്ചി, ഷീസ് ബീൻ എ ഗ്രേറ്റ് സപ്പോർട്ട്. ഞങ്ങൾക്ക് എല്ലാത്തിനും മുമ്പിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. സോ താങ്ക് യു ചേച്ചി. പിന്നെ നമ്മുടെ ബഹുമാനായ മുൻ എല്ലാ പ്രസിഡൻസ്, പേരെല്ലാവരെയും അറിയാൻ ഞാൻ പുതുതായി വന്നതുകൊണ്ട് സോ താങ്ക് യു ഫോർ ജോയിനിങ്. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഞങ്ങൾക്ക് വേണം. കർമ്മരഹസ്യങ്ങൾ ഒരുക്കിയ കാലമേ നിൻ കലാസൃഷ്ടിതൻ വൈഭവം വിസ്മയം കാലം കുറിച്ചിടും കർമ്മഫലങ്ങൾ മാറുമോ യുഗങ്ങൾ തപസ്സു ചെയ്താലുമേ മാറുമോ യുഗങ്ങൾ തപസ്സു ചെയ്താലുമേ.
ഭുജിക്കുമെന്നേ വരൂ. ചിന്താധാരതൻ സംസ്കാര ചക്രമേ ചിത്തശുദ്ധി വരുത്തേണമേ അടിയനിൽ. ചിന്താധാരതൻ സംസ്കാര ചക്രമേ ചിത്തശുദ്ധി വരുത്തേണമേ അടിയനിൽ. കാലചക്രത്തിൻ്റെ നിശ്ചലതയ്ക്കായി കൃഷ്ണ അർപ്പിക്കാം ഞാൻ എന്നെ നിൻ മനോവാസിയായി. കാലചക്രത്തിൻ്റെ നിശ്ചലതയ്ക്കായി കൃഷ്ണ അർപ്പിക്കാം ഞാൻ എന്നെ നിൻ മനോവാസിയായി. അർപ്പിക്കാം ഞാൻ എന്നെ നിൻ മനോവാസിയായി. അനുദിനം ചെയ്തിടും കർമ്മം തൻ ഫലങ്ങളെ കാത്തിരിക്കുന്നിതാ കാലം നിനക്കായി. കൈമാറാനാവാത്ത പ്രാരാബ്ധ ഭാരത്തെ താൻ താൻ നിതാന്തം ഭുജിക്കുമെന്നേ വരൂ. അനുദിനം ചെയ്തിടും കർമ്മം തൻ ഫലങ്ങളെ കാത്തിരിക്കുന്നിതാ കാലം നിനക്കായി. കൈമാറാനാവാത്ത പ്രാരാബ്ധ ഭാരത്തെ താൻ താൻ നിതാന്തം ഭുജിക്കുമെന്നേ വരൂ. കർക്കിടക മാസം വന്നെത്തി. ഭക്തർക്ക് കർക്കിടക മാസം രാമായണ മാസമാണ്. ആദികാവ്യം രാമായണം. കേച്ചനിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 5 വർഷമായി നടന്നുവരുന്ന രാമായണ പാരായണത്തിന്റെ ഈ വർഷത്തെ ശുഭാരംഭം ഭക്തിയുടെ നിറവിൽ ജൂലൈ 16-ാം തീയതി ഓൺലൈനിൽ നടന്നു. 7ാമത്തെ വർഷമാണ് കേച്ചനിയുടെ ഭാരവാഹിത്വത്തിൽ രാമായണ പാരായണം നടന്നു വരുന്നത്. അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരെ കോർത്തിണക്കി കർക്കിടക മാസങ്ങളിൽ മുടങ്ങാതെ എല്ലാ ദിവസവും രാമായണ പാരായണം നടത്തി വരുന്നു. നമ്മുടെ ആത്മീയ പാരമ്പര്യവുമായി പുനഃസമ്പർക്കം പുലർത്തുന്ന ഈ അനുഗ്രഹീത മാസത്തിൽ നമ്മൾ രാമായണത്തിന്റെ നിത്യകാലികമായ കഥയെ ആദരിക്കുന്നു. ദന്തം പാശാങ്കുശേഷ്ട്യാന്യുരുകരവിലസദ്ബീജപൂരാഭിരാമം ബാലേന്ദുദ്യോതമൗലിം കരിപതിവദനം ദാനപൂരാദ്രഗണ്ഡം ഭോഗീന്ദ്രാബദ്ധഭൂഷം ഭജത ഗണപതിം രക്തവസ്ത്രാംഗരാഗം. ബുക്ക് ചെയ്തതാണ്. കഴിഞ്ഞ വർഷം തന്നെ അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് ഒരു സീറ്റ് പോലും ഇല്ല. പക്ഷെ ഈ കുട്ടിയുടെ ശാഠ്യം കാണുമ്പോ ഈ കുട്ടിയൊക്കെ പറഞ്ഞു വിടാനും മനസ്സ് വരുന്നില്ല. അപ്പോ അഞ്ജനാദേവി താണു വീണ് അപേക്ഷിച്ചു, അല്ല എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ ഒന്ന് ഏർപ്പെടുത്തിയാൽ എന്ത് കഷ്ടപ്പാട് സഹിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്താണ് നമ്മുടെ രീതിയിലാണ് നമ്മൾ അഡ്മിഷൻ ഫീസ് എത്ര വേണേ തരാം, കൂടാതെ മറ്റു സംഭാവനയും തരാം എന്ന അങ്ങനെയൊന്നും അല്ല അഞ്ജനാദേവി എന്ന് പറഞ്ഞത്. എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്, എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറാണ് ഹനുമാൻ. അപ്പോൾ സൂര്യദേവൻ പറഞ്ഞു, നോക്കൂ, ഞാൻ എന്റെ സ്കൂൾ നടത്തുന്നത് മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ ബാലൻ വിഷ്ണു താൻ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തൻ മായാ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേ. നാൻ മറനേരായ രാമായണം ചമക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും
കാമനാശൻ അനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ ഗമനച്യുത ഹനുമാൻ കീ ജയ്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ പാരായണം ചെയ്യുന്നത് ഹ്യൂസ്റ്റണിൽ നിന്നുള്ള രത്നാരാജനാണ്. ഇന്ന് ഈ പാരായണത്തിൽ സംബന്ധിച്ച് എല്ലാവർക്കും കേച്ചിനയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് പാരായണം ചെയ്ത പ്രസാദ് പുഴങ്കര വളരെ ഭംഗിയായിട്ട് വായിച്ചു. അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. നമസ്കാരം. ഇത് അനിൽ പിള്ളെ, മുൻ KHNA പ്രസിഡന്റ് ആൻഡ് ഇപ്പോഴത്തെ ജുഡീഷ്യൽ കമ്മിറ്റി ചെയർ. സദ്ഗമയ പവേർഡ് ബൈ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. ഈ യൂട്യൂബ് ചാനലിനെ പറ്റി നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഈ ചാനൽ എല്ലാവരും തീർച്ചയായിട്ടും കാണുകയും സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മളുടെ മിനസോഡയിൽ നിന്നുള്ള സുരേഷ് സംഘത്തിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.